ഗുഡ് മോർണിംഗ്. നമ്മൾ ഓപ്പൺ പേപ്പറായിട്ടുള്ള ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റിലെ ലാസ്റ്റ് ചാപ്റ്ററാണ് മാർക്കറ്റിംഗ് ഓർഗനൈസേഷൻ. ഇപ്പം നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ എടുത്തുകൊണ്ടിരുന്ന അതായത് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റിൽ മുഴുവനായിട്ട് പഠിച്ച ഹോട്ടലിൽ പലതരത്തിലുള്ള സർവീസസും പലതും നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഇനി മാർക്കറ്റിംഗ് ചെയ്യുന്നത്? ആ ഒരു മാർക്കറ്റിംഗ് ഓർഗനൈസേഷനിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് മാർക്കറ്റിംഗ് ഓർഗനൈസേഷനിൽ എന്തൊക്കെ ഹെഡ്സുകളാണ് വരുന്നത് എന്നുള്ളതും അതുപോലെ തന്നെ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ഇതിനകത്ത് വരുന്നത്. ആ ആക്ടിവിറ്റീസ് വരുമ്പോൾ അവർ ചെയ്യുന്ന ആ ആക്ടിവിറ്റീസിൽ വരുന്ന ഹെഡ് അതിലത്തെ മാനേജേഴ്സിൻ്റെ അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണ്, അങ്ങനെ മൂന്ന് എസ്സേക്കുള്ള സ്കോപ്പുള്ള 3 കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ അത്രയും ഹൈലി കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ള ഒരു വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോമ്പറ്റിറ്റീവ് വേൾഡിൽ അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ അത്രയും കോർഡിനേറ്റഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം ഓരോ ബിസിനസ്സിൻ്റെയും പോളിസീസ് വേണ്ടത്. കാരണം അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് അല്ലെങ്കിൽ അവരുടെ ഗുഡ്സ് ആൻഡ് സർവീസസും അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കണം. അങ്ങനെ കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും, ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് തിരഞ്ഞിട്ട് പോകും. അതുകൊണ്ട് തന്നെ ഈ കോമ്പറ്റിറ്റീവ് വേൾഡിൽ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മൾ ഓരോ ബിസിനസ് ആക്ടിവിറ്റീസും ബിസിനസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ടൂറിസത്തിൽ പ്രധാനമായിട്ടും പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ടൂറിസ്റ്റിനെയും സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഓരോ ടൂറിസ്റ്റിനെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അവരെ എല്ലാ ആക്ടിവിറ്റീസിനെയും എല്ലാത്തിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു എഫേർട്ട് എടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ മാർക്കറ്റിംഗ് ടൂറിസത്തിൽ കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, മാക്സിമം ടൂറിസ്റ്റുകളെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ നമുക്ക് പറ്റണം. നമ്മളെ എഫേർട്ട് കൊണ്ട് നമുക്ക് അവരെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ പറ്റണം. ഈ എഫേർട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടൂറിസത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റിൽ നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഓർഗനൈസേഷനെയും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രീനെ സംബന്ധിച്ചിടത്തോളം ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ കീ റോളാണ് ചെയ്യുന്നത്. അപ്പം അത്രയും ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ മാർക്കറ്റിംഗ് ഓർഗനൈസേഷൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. പിന്നെ അതുപോലെ തന്നെ ഈ മാർക്കറ്റിംഗ് ഓർഗനൈസേഷനിൽ വരുന്ന ബേസിക് ഫങ്ഷൻസിനെ നമ്മൾ 5 ഹെഡുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആ 5 ഹെഡുകളാണ് താഴെ പറയുന്നത്. ഫസ്റ്റ് വൺ, റിസർച്ചിങ് മാർക്കറ്റ്സ്. നമ്മൾ എന്ത് ചെയ്യുക, ഓരോ മാർക്കറ്റിനെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് റിസർച്ച് ചെയ്യുക. നമ്മൾ റിസർച്ച് ചെയ്ത് മനസ്സിലാക്കണം എന്താണ് ഓരോ ടൂറിസ്റ്റിൻ്റെയും എയിംസ് എന്താണ്, അല്ലെങ്കിൽ അവരുടെ പ്ലാനിങ്സ് എന്താണ്, അല്ലെങ്കിൽ എത്രത്തോളം ആളുകൾ എന്തൊക്കെയാണ് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തേതാണ് കൾട്ടിവേറ്റിംഗ് കോർപ്പറേറ്റ് അക്കൗണ്ട്സ്. കൃത്യമായിട്ട് എന്ത് ചെയ്യണം, കോർപ്പറേറ്റ് അക്കൗണ്ട്സുകൾ നമ്മൾ എന്ത് ചെയ്യണം, ഉണ്ടാക്കി തുടങ്ങണം. നമുക്ക് ഓരോ കാര്യത്തെക്കുറിച്ചുള്ള അക്കൗണ്ട്സും ഓരോ പ്രോപ്പർ അക്കൗണ്ടിങ് നമ്മൾ എന്ത് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ തേർഡ് വണ്ണാണ് സെല്ലിങ് ദ ഹോട്ടൽസ് കണക്ഷൻ ആൻഡ് ബാങ്ക്വറ്റ് സർവീസസ്. നമുക്കൊരു കൺവെൻഷനാണ് വരുന്നത്, കണക്ഷൻ അല്ല കൺവെൻഷൻ എന്നാണ്, നിങ്ങളത് മാറ്റണം. അപ്പം നമ്മൾ ഹോട്ടലിൽ വരുന്ന കൺവെൻഷൻ ഹാൾസോ വല്ല ബാങ്ക്വറ്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ടേംസുകളൊക്കെ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്, അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം, ഹോട്ടലിലുണ്ടെങ്കിൽ അതും നമ്മൾ സർവീസായിട്ട് നമ്മൾ സെല്ല് ചെയ്യാൻ പറ്റണം. Then next, fourth one, negotiating discounts to ടൂർ ഹോൾസെയിലേഴ്സ്, ലാർജ് കോർപ്പറേഷൻസ് ആൻഡ് ഗ്രൂപ്പ്സ്. വലിയ കോർപ്പറേഷൻസോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അല്ലെങ്കിൽ ഒരു ഹോൾസെയിലറോ വരികയാണെങ്കിൽ നമ്മൾ അവർക്ക് എന്ത് ചെയ്യണം, ഒരു ഡിസ്കൗണ്ട് കൊടുക്കണം. ഇപ്പം നമുക്കൊരു ഹോട്ടലുണ്ട്. ഇപ്പോൾ എനിക്കൊരു ഹോട്ടലുണ്ട് വിചാരിക്കും. എൻ്റെ ഹോട്ടലിലേക്ക് ഒരാൾ സ്ഥിരമായിട്ട് ആളുകൾ കൊണ്ടുവരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ആൾക്ക് ഞാൻ എന്ത് ചെയ്യണം, കസ്റ്റമറെ കയ്യിൽ നിന്ന് വാങ്ങുന്നതിൽ നിന്ന് കുറച്ച് പൈസ കുറച്ച് കൊടുക്കണം. അപ്പോൾ അവർക്ക് ആ ഒരു കുറച്ച് പൈസ കുറച്ച് കൊടുക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, ആ ഒരു ഏർണിങ്സ് ഉണ്ടാവുന്നത്. അതാണ് അവിടെ എന്ത് പറയുന്നത്, നെഗോഷിയേറ്റിംഗ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുള്ളൂ, വീണ്ടും ഇയാൾ എന്ത് ചെയ്യുള്ളൂ, എൻ്റെ ഹോട്ടലിലേക്ക് തന്നെ വീണ്ടും ആളുകൾ എന്ത് ചെയ്യുള്ളൂ, കൊണ്ടുവരുള്ളൂ. അല്ലാത്ത പക്ഷേ എന്ത് ചെയ്യും, വേറെ ഹോട്ടൽസ് മാനേജേഴ്സാണ് ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ എന്ത് ചെയ്യും, എൻ്റെ ഹോട്ടൽ ഒഴിവാക്കിയിട്ട് ആ ഹോട്ടൽ എന്ത് ചെയ്യും,
അയാൾ പ്രിഫർ ചെയ്യും. സോ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു ഈ എമൗണ്ടാണ് ഞങ്ങൾക്ക്, അതുകൊണ്ട് ഈ എമൗണ്ട് തന്നെ വേണമെന്ന് വാശി പിടിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം, അതിനൊരു നെഗോസിയേഷൻ നമ്മൾ ഉണ്ടാക്കണം. ഓക്കെ. ദെൻ നെക്സ്റ്റ് 5th വൺ, പ്രൊമോട്ടിങ് ദ ഹോട്ടൽ ടു ഇറ്റ്സ് പ്രൈമറി കസ്റ്റമേഴ്സ്. എപ്പോഴും പ്രൈമറി കസ്റ്റമേഴ്സ് എന്ത് ചെയ്യണം, നമ്മളെ ഹോട്ടലിനെ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ട് വരുന്ന 5 ഹെഡ്സ് പറയുന്നത്. ഇനി നെക്സ്റ്റ് താഴെ പറയുന്നത് നോക്കാം. എന്താണ് മോഡേൺ ഹോട്ടൽ മാർക്കറ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ സെയിൽസ് ഡിവിഷൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിൽ വരുന്നത് 5 ഏരിയാസാണ് വരുന്നത്. ഫസ്റ്റ് വൺ ആണ് മാർക്കറ്റ് പ്ലാനിങ്, സെക്കൻഡ് വൺ ടൂർ ആൻഡ് ട്രാവൽ സെയിൽസ്, ദെൻ തേർഡ് വൺ കൺവെൻഷൻ ആൻഡ് meeting, then fourth one corporate sales, and fifth one advertising and public relation. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്ന മോഡേൺ ഹോട്ടൽ മാർക്കറ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ സെയിൽസ് ഡിവിഷനിൽ ഡിവൈഡ് ചെയ്തിട്ടുള്ള 5 ഏരിയാസാണ്. ഇനി നമ്മൾ ഇപ്പോൾ ഞാൻ പറയുന്ന 3 ക്വസ്റ്റ്യൻസ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞു, സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോയി. സോ ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ ഈസ് കണക്റ്റഡ് ഇൻ ദിസ് ചാപ്റ്റർ. അപ്പം ഇപ്പം നമ്മളിപ്പോൾ പറയുന്നത് ഈ ഒരു പുതിയ ഹോട്ടലിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ആയിട്ടുള്ള ഈ 5 പോയിൻറ്റ്സ്. ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്, ഇപ്പോൾ തന്നെ കണക്ഷൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഇനി അടുത്ത ഞാൻ ടോപ്പിക് എടുക്കാൻ പോകുന്നത് ഈ 5 ഏരിയാസിലും വരുന്ന മാനേജേഴ്സ് ചെയ്യുന്ന ആക്ടിവിറ്റീസ്. അതാണ് ഇനി നെക്സ്റ്റ് വരുന്ന തേർഡ് ടോപ്പിക്. അപ്പോൾ ഇതിനെ ഇങ്ങനെ കണക്ട് ചെയ്ത് പറയുമ്പോഴാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പം ഇനി വരുന്ന 5 ഏരിയാസിൽ നമുക്ക് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു മാർക്കറ്റ് പ്ലാനിങ്. മാർക്കറ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം, താഴെ ഇതിൻ്റെ ഓരോ പാരഗ്രാഫ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോ പാരഗ്രാഫും ഓരോ പോയിൻറ്റ്സിൻ്റെ എക്സ്പ്ലനേഷൻസ് ആണ്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് വൺ ആയിട്ടുള്ള മാർക്കറ്റ് പ്ലാനിങ്ങിൻ്റെ എക്സ്പ്ലനേഷനാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. ദ സ്റ്റാഫ് എൻഗേജ്ഡ് ഇൻ മാർക്കറ്റ് പ്ലാനിങ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പെർഫോമിംഗ് മാർക്കറ്റ് റിസർച്ച് ആൻഡ് ഐഡൻറ്റിഫൈയിങ് പ്രോസ്പെക്റ്റീവ് customers. They propose market studies and strategies for attracting new business. അപ്പോൾ അതിനകത്ത് എന്താ പറയുന്നത്, മാർക്കറ്റ് പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് പോയിന്റിൽ പോലെ തന്നെ റിസർച്ച് ചെയ്യുക. മാർക്കറ്റിൽ വരുന്ന കസ്റ്റമേഴ്സിന് ഏതാണ് പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സ്, അവരെ ഐഡൻറ്റിഫൈ ചെയ്യുക, അവർക്ക് വേണ്ടത് എന്താണെന്നുള്ള സ്റ്റഡീസ് നടത്തുക, അവരെ ഇത്രത്തോളം ഈ ഒരു ന്യൂ ബിസിനസ്സിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സ്ട്രാറ്റജീസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ട് സ്റ്റഡി നമ്മൾ നടത്തുന്നതാണ് മാർക്കറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് പോയിൻ്റാണ് ടൂർ ആൻഡ് ട്രാവൽ സെയിൽസ്. അതാണ് സെക്കൻഡ് പാരഗ്രാഫിൽ പറയും. ടൂർ ആൻഡ് ട്രാവൽ സെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ദ പേഴ്സണൽ, ഈ പറയുന്ന പേഴ്സണൽ NEL എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള പേഴ്സണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസ് എന്നാണ് മീനിങ്. സോ ആ പേഴ്സണലിൻ്റെ മീനിങ് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ പേഴ്സണൽ പ്രോബ്ലംസ് എന്ന് പറയുന്ന പേഴ്സണൽ അല്ല, ഈ പേഴ്സണൽ വരുന്ന സ്പെല്ലിങ്ങിൽ തന്നെ ഡിഫറൻസ് ഉണ്ട്. സോ അതിൻ്റെ മീനിങ് എംപ്ലോയീസ് എന്നാണ്. സോ ഓക്കെ. അപ്പോൾ the personnel engaged in tour and travel sales are responsible for soliciting business from tour wholesalers and travel agencies, setting objectives for tour and travel business and setting wholesale price of discounts. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ടൂറും നമ്മൾ ട്രാവലും നമ്മൾ എന്ത് ചെയ്യുക, വിൽക്കുകയാണ്. എങ്ങനെ വിൽക്കുന്നു, കുറച്ച് ഡിസ്കൗണ്ടൊക്കെ കൊടുത്തിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ നമ്മൾ എന്ത് ചെയ്യാൻ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ പല ഒബ്ജക്റ്റീവ്സും സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ടൂർ ആൻഡ് ട്രാവലിന് നമ്മൾ നമ്മളെ ബിസിനസ്സിനെ നമ്മൾ സെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ചൊക്കെ ഹോൾസെയിലേഴ്സിനൊക്കെ ഇൻവോൾവ് ചെയ്യിപ്പിച്ച് അവർക്കൊക്കെ ഡിസ്കൗണ്ടൊക്കെ കൊടുക്കുക. നമ്മൾ കൊടുക്കുന്ന ഡിസ്കൗണ്ടാണ് അവരെ കമ്മീഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റാണിത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം നമ്മൾ ടൂറിനെയും നമ്മൾ ട്രാവൽസിനെയും നമ്മൾ എന്ത് ചെയ്യുക, സെയിൽ ചെയ്തുകൊണ്ട് മാക്സിമം കസ്റ്റമേഴ്സിനെ നമ്മൾ അട്രാക്റ്റ് ചെയ്യിപ്പിക്കലാണ് ഈ ഒരു സ്റ്റേജിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് തേർഡ് വണ്ണാണ് കൺവെൻഷൻ ആൻഡ് മീറ്റിംഗ്. അതാണ് തേർഡ് പാരഗ്രാഫിൽ പറയുന്നത്, കൺവെൻഷൻ ആൻഡ് മീറ്റിംഗ്. ഈ കൺവെൻഷൻ ആൻഡ് മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ എന്താണ്, ഒരു കൺവെൻഷൻ സർവീസ് മാനേജർ അതിനകത്ത് ഉണ്ടായിരിക്കും. അയാൾ എന്ത് ചെയ്യും, അവിടെ വരുന്ന എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്ത് അത് കോർഡിനേറ്റ് ചെയ്തിട്ട് അവർ ആ ഒരു കൺവെൻഷന് എന്തെങ്കിലും ഒരു പ്രോഗ്രാംസോ കാര്യങ്ങളോ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കൺവെൻഷൻ സെൻറ്റർ എന്ത് ചെയ്യും, അവർക്ക് സെയിൽ ചെയ്തുകൊണ്ട് നമ്മൾ അവരുടെ മീറ്റിങ്സ് അവിടെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അനുമതി കൊടുത്തുകൊണ്ട് അവിടെ ആ ഒരു കൺവെൻഷൻ മീറ്റിങ്ങിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സർവീസസും എന്ത് ചെയ്യും, ഈ ഒരു കൺവെൻഷൻ മാനേജർ അവിടെ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഈ കൺവെൻഷൻ ആൻഡ് മീറ്റിംഗ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പല നമുക്കറിയാം, പല സ്ഥലങ്ങളിൽ നമ്മളൊക്കെ
തിരൂരനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറയാം ബിയാൻകോ കാസ്റ്റിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ കൺവെൻഷൻ സെൻറ്റർ ഉണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ തിരൂർ ജമാൻ എടുത്തു കഴിഞ്ഞാൽ ആ ഹോട്ടൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മേലെ തന്നെ എന്തുണ്ട്, ഒരു ചെറിയൊരു മീറ്റിംഗ് ഹാള് പോലത്തെ ഒരു ഹാള് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഹോട്ടലിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഒരു ചെറിയ രീതിയിലെങ്കിലും എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു മീറ്റിംഗ് നടത്താനുള്ള ഫെസിലിറ്റീസ് സ്വാഭാവികമായിട്ടും സാധാരണ രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പ്രോപ്പറായിട്ട് അവർക്ക് എന്തായാലും അത് സെയിൽ ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ഏർണിങ്സ് കൂടുകയും ചെയ്യും. നമ്മളെ ഈ മീറ്റിംഗ് സെൻറ്റർ കൂടി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും മീറ്റിംഗ് സെൻറ്റർ ഉണ്ടല്ലോ എന്നുള്ളതിൻ്റെ പേരിൽ പോലും നമുക്ക് എന്ത് ചെയ്യും, കസ്റ്റമേഴ്സ് കൂടുതൽ വരാനും നമുക്ക് മാക്സിമം സർവീസസ് കൊടുക്കാനുള്ള ചാൻസസ് എന്താണ്, കൂടുതലാണ്. സോ അതാണ് കൺവെൻഷൻ ആൻഡ് മീറ്റിംഗ് സെൻറ്ററിൽ നടക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വണ്ണാണ് കോർപ്പറേറ്റ് സെയിൽസിനകത്ത് പറയുന്നത് എന്താണ്, ദ കോർപ്പറേറ്റ് സെയിൽസ് പേഴ്സണൽ കൺസിസ്റ്റ് ഓഫ് അക്കൗണ്ട് എക്സിക്യൂട്ടീവ്സ് ഹു കോൾ ഓൺ ബിസിനസ്, ഗിവ് സെയിൽസ് പ്രസൻറ്റേഷൻ ആൻഡ് സെറ്റപ്പ് കസ്റ്റമേഴ്സ് അക്കൗണ്ട്. ഇതിനകത്ത് ഈ സെയിൽസ് പേഴ്സൺ എന്ത് ചെയ്യുന്നു, അവർക്ക് വേണ്ട കോർപ്പറേറ്റ് അക്കൗണ്ട്സ് ഈസ് ബേസിക്കലി ബേസ്ഡ് ഓൺ ദ അക്കൗണ്ടിങ്. ഓക്കെ, നമ്മൾ കൊമേഴ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ BCAക്കാരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് ഇയറിലോ സെക്കൻഡ് സെമിസ്റ്ററിലോ ഒക്കെ ആയിട്ട് പഠിക്കുന്നുണ്ട് അക്കൗണ്ട്സും കാര്യങ്ങളും. അപ്പോൾ ഈ ഇംഗ്ലീഷുകാരാകുമ്പോൾ നമ്മൾ എന്താണ്, അത് പഠിക്കാനുള്ള പോസിബിലിറ്റി കുറവാണ്. എന്നിരുന്നാലും +2 ഒക്കെ പഠിച്ചുള്ള ആളുകൾക്ക് അറിയാം ഇതിൽ അക്കൗണ്ട്സാണ് വരുന്നത്. ഒരു കസ്റ്റമറെ അക്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുക, കസ്റ്റമർതും അതുപോലെ തന്നെ നമ്മൾ ഹോട്ടലിനെയും എല്ലാ കാര്യങ്ങളും കീപ്പ് ചെയ്യലാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇവിടെ പ്രോപ്പറായിട്ടുള്ള എന്താണ്, അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുക, എന്തൊക്കെ സെയിൽസ് നടത്തിയതിൻ്റെ പ്രസൻറ്റേഷൻ അക്കൗണ്ടിങ് ഫോർമാറ്റിലേക്ക് മാറ്റിയിട്ട് ഒരു എന്താണ് കസ്റ്റമറിലേക്ക് ഒരു പുറത്തുനിന്ന് ഒരാൾ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യലാണ് ഇതിനകത്ത് വരുന്നത്. ദെൻ ലാസ്റ്റ് വണ്ണാണ് അഡ്വർടൈസിങ് ആൻഡ് പബ്ലിക് റിലേഷൻ. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് വരുന്ന പാരഗ്രാഫിൽ. ഓരോ പാരഗ്രാഫിലാണ് ഓരോന്നിൻ്റെ എക്സ്പ്ലനേഷൻസ് വരുന്നത്. എക്സാം എഴുതുന്ന സമയത്ത് പോയിൻ്റ് എഴുതിയിട്ട് ഈ പാരഗ്രാഫ് ചെയ്ത് പോയിൻ്റ് ചെയ്ത് പാരഗ്രാഫ് ചെയ്ത് അങ്ങനെ എഴുതിയാലും മതി. ഓക്കെ, അഡ്വർടൈസിങ് ആൻഡ് പബ്ലിക് റിലേഷൻ അത് എന്താ വരുന്നത്, നമ്മളെ പ്രോഡക്റ്റ് എന്താണോ അത് എന്ത് ചെയ്യുക, പബ്ലിക്കിന് നമ്മൾ എന്ത് ചെയ്യുക, അറിയിച്ചു കൊടുക്കുക ത്രൂ ഡിഫറെൻറ്റ് മീഡിയാസ്. ഇറ്റ് മേ ബി ടെലിവിഷൻ ഓർ റേഡിയോ ഓർ ന്യൂസ് പേപ്പർ ഓർ സംതിങ് ലൈക്ക് ബുക്ക്ലെറ്റ്സ് ആൻഡ് സോ ആൻഡ് സോ. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ എന്ത് ചെയ്യുക, ഡിഫറെൻ്റ് ആയിട്ടുള്ള മീഡിയാസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ സർവീസസ് നമ്മളെന്ത് ചെയ്യുക, ക്യാമ്പയിൻ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്. അഡ്വർടൈസിങ്ങും പബ്ലിക് റിലേഷൻ സ്റ്റാഫ് ചെയ്യുന്ന ആക്ടിവിറ്റി ഇതാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ പറയുന്നത് ജോബ് ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ ഈ ജോബ് ഡിസ്ക്രിപ്ഷൻ ഈസ് എന്താണ്, ജസ്റ്റ് റിലേറ്റിംഗ് ടു ദിസ് നെക്സ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ജോബ് റിലേഷൻ ഈസ് ജസ്റ്റ് റിലേറ്റിംഗ് ടു ദ പാരഗ്രാഫ് ഓഫ് ദ പ്രീവിയസ് പോയിൻറ്റ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റായിട്ട് പറഞ്ഞിട്ടുള്ള ഈ മാർക്കറ്റ് പ്ലാനിങ്, ടൂർ ആൻഡ് ട്രാവൽ സെയിൽസ്, കൺവെൻഷൻ ആൻഡ് മീറ്റിംഗ്, കോർപ്പറേറ്റ് സെയിൽസ്, അഡ്വർടൈസിങ്, ഇതിനൊക്കെ കൂട്ടി മാനേജർ അല്ലെങ്കിൽ ഡയറക്ടർ എന്ന് കൂട്ടിയിട്ടാണ് ഞാൻ ഈ നെക്സ്റ്റ് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക്. നോക്കും, നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് മാർക്കറ്റിംഗ് ഡയറക്ടർ. ജോബ് ഡിസ്ക്രിപ്ഷനിൽ മാർക്കറ്റിംഗ് ഡയറക്ടർ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്കറിയാം. മാർക്കറ്റിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ പറയുന്ന പോലെ തന്നെ ഒരു സെയിൽസ് ഡയറക്ടറാണ് ചെയ്യുന്നത്. ഇയാൾ എന്താണ്, നമ്മളെ ഒരു എക്സിക്യൂട്ടീവ് റാങ്കിൽ വരുന്ന ഹയസ്റ്റ് റാങ്കിങ് പൊസിഷൻ, മാർക്കറ്റിങ്ങിൽ ഹയസ്റ്റ് റാങ്കിങ് പൊസിഷനിൽ വരുന്ന ആളാണ്. അതുപോലെ തന്നെ ഇതിൽ ഡിഫറെൻറ്റ് സെയിൽസ് ഡിവിഷൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതിൽ ഡിഫറെൻറ്റ് റെസ്പോൺസിബിലിറ്റീസാണ് ഇയാൾക്ക് വരുന്നത്. എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണെന്നുള്ളത് നോക്കാം. സൂപ്പർവൈസ് ചെയ്യുന്നു, കോർഡിനേറ്റ് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു. എന്തിനൊക്കെ, ഒരു ഓർഗനൈസേഷനിൽ വരുന്ന അല്ലെങ്കിൽ ഹോട്ടലിൽ വരുന്ന മെമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ സ്റ്റാഫ്സിൻ്റെ പെർഫോമൻസിനെ എന്തെങ്കിലും കറക്റ്റായിട്ട് കോർഡിനേറ്റ് ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഒരു മാർക്കറ്റിംഗ് ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം അയാളെ മെയിൻ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരുപാട് സെയിൽസ് ഡിവിഷൻസ് വരും. മാർക്കറ്റിംഗ് മാനേജർ, സെയിൽസ് മാനേജർ, സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പല ഡിവിഷൻസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിവിഷൻസ് വരുന്നുണ്ട്.
പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് നോക്കാം. മാർക്കറ്റിംഗ് ഡയറക്ടർ ദ മാർക്കറ്റിംഗ് ഡയറക്ടർ ഹയേഴ്സ് ആൻഡ് ട്രെയിൻസ് ന്യൂ പേഴ്സണൽ, ഹോൾഡ്സ് റെഗുലർലി ഷെഡ്യൂൾഡ് സെയിൽസ് മീറ്റിംഗ്സ് ആൻഡ് എസ്റ്റാബ്ലിഷസ് ഗോൾസ് ഫോർ സെയിൽസ് പേഴ്സണൽ. ആ പേഴ്സണൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, WNEL, ഇറ്റ് മീൻസ് എംപ്ലോയീസ് ആണ്. അതായത് പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്യുക, പുതിയ ആളുകളെ തിരഞ്ഞെടുക്കുന്നു, അവർക്ക് വേണ്ട ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നു, അവർക്ക് വേണ്ട മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യുന്നു, അവർക്ക് വേണ്ട ഗോൾസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ ഈ മാർക്കറ്റിംഗ് ഡയറക്ടറാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഈ പറയുന്ന സമയത്ത് വേറൊരു കാര്യം പറയട്ടെ. ഈ തൊട്ട് മേലെ പറഞ്ഞ ഈ ജോബ് ഡിസ്ക്രിപ്ഷൻ ഞാൻ കഴിഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടുള്ളതാണ് എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്നുള്ളത്. ഞാൻ ഒന്നും കൂടി പറയാം. ഒരു പൊസിഷനിലിരിക്കുന്ന ഒരാൾ ചെയ്യുന്ന ഡ്യൂട്ടീസിനെയും റെസ്പോൺസിബിലിറ്റീനെയും റിട്ടേൺ സ്റ്റേറ്റ്മെൻ്റ് ആക്കി വെച്ചതിനെയാണ് നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ മുൻകൂട്ടിയിട്ട് ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഞാൻ പിന്നെ എടുത്ത് പറയുകയാണ് നല്ല മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നിർത്തിയത് എവിടെയായിരുന്നു? സെയിൽസ് പേഴ്സണൽ. അപ്പോൾ ആ പേഴ്സണൽ നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് താഴെ നോക്കാം. ദ മാർക്കറ്റിംഗ് ഡയറക്ടർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഓർഗനൈസിങ് കോർപ്പറേറ്റ് അക്കൗണ്ട്, ക്രിയേറ്റിംഗ് ആക്ടിവിറ്റീസ് ടു അട്രാക്ട് ന്യൂ clients and accessing the effectiveness of the hotel's marketing programs. Regular meetings are held with the format front office and the food and beverage department to keep the marketing director informed of actual and potential sales in these areas. Other duties include preparing monthly sales reports and representing the hotel in industry, ട്രേഡ് ആൻഡ് സെയിൽസ് ഓർഗനൈസേഷൻ. ഇതിനകത്ത് പ്രത്യേകിച്ച് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? അക്കൗണ്ട്സ് കീപ്പ് ചെയ്യണം, അതുപോലെ തന്നെ ന്യൂ ക്ലയൻസിനെ അട്രാക്ട് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ചെയ്യണം, അതുപോലെ തന്നെ എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ മാർക്കറ്റിംഗ് പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യണം. പിന്നെ എപ്പോഴും എന്ത് ചെയ്യണം? ഫ്രണ്ട് ഓഫീസും ഫ്രൂട്ട് ആൻഡ് ബീവറേജ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടൊക്കെ ഒരു റെഗുലർ മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യണം. എന്താണ് വാട്ട് ഈസ് ആക്ച്വലി പെർഫോമിങ്, അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ പൊട്ടൻഷ്യൽ സെയിൽസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടുള്ള മീറ്റിംഗ്സും നമ്മൾ എന്ത് ചെയ്യണം? കണ്ടക്ട് ചെയ്യണം. കൃത്യമായിട്ടുള്ള ഓരോ സെയിൽസ് റിപ്പോർട്ടും അതുപോലെ തന്നെ ട്രേഡ് ആൻഡ് സെയിൽസ് ഓർഗനൈസേഷൻ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി മാർക്കറ്റിംഗ് ഡയറക്ടർക്കാണ് ഉള്ളത്. നെക്സ്റ്റ് സെക്കൻഡ് വൺ ആണ് ടൂർ ആൻഡ് ട്രാവൽ സെയിൽസ് മാനേജർ. ടൂർ ആൻഡ് ട്രാവൽ സെയിൽസ് മാനേജർ മെയിനായിട്ട് ചെയ്യുന്നത് ഒരു ട്രാവൽ ഇൻഡസ്ട്രീനെ ട്രാവൽ ഇൻഡസ്ട്രിയിൽ ഉള്ള ഡെവലപ്മെൻറ്റ്, അതേപോലെ തന്നെ അവിടുത്തെ കോൺടാക്ട്സൊക്കെ എന്ത് ചെയ്യുക? മെയിൻറ്റെയിൻ ചെയ്യുക. ഇതാണ് ഇവിടുത്തെ മാനേജർ ചെയ്യുന്നത്. ട്രാവൽ ഇൻഡസ്ട്രീനായിട്ട് എന്ത് ചെയ്യാണ്? ഡെവലപ്മെൻറ്റും അതേപോലെ തന്നെ കോൺടാക്ട്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്യലാണ് ടൂർ ആൻഡ് ട്രാവൽ സെയിൽസ് മാനേജറെ മെയിൻ റെസ്പോൺസിബിലിറ്റി പറയുന്നത്. ഇതിനകത്ത് എന്തൊക്കെ വരുന്നത് വെച്ചാൽ ട്രാവൽ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ട്രാവൽ ഏജൻസിമാരുണ്ടായിരിക്കും, ടൂർ ഓപ്പറേറ്റർമാർ, എയർലൈൻസ്, ഇവരെക്കാളും പ്രധാനമായിട്ടും ടൂറും ട്രാവലിംഗ് ഫെസിലിറ്റീസൊക്കെ കൊടുക്കുന്ന എയർലൈൻസും അതുപോലെ തന്നെ ടൂർ ഏജൻറ്റുമാർ. ഇപ്പോൾ പല ട്രാവൽസുകളുണ്ടാവും, അതുപോലെ തന്നെ ടൂർ ഓപ്പറേറ്റേഴ്സാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവരൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഇവരായിട്ടൊക്കെ എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ടുള്ളൊരു കോൺടാക്റ്റ് കീപ്പ് ചെയ്യലാണ് ടൂർ ആൻഡ് ട്രാവൽ സെയിൽസ് മാനേജർ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസിനെ കുറിച്ചുള്ള, അപ്പം നമ്മൾ പുറത്ത് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന പ്രൈസ് പുറത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം? ഈ ഏജൻസിമാർക്ക് എന്ത് ചെയ്യണം? മാക്സിമം ഡിസ്കൗണ്ട് എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്യണം. ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടൂർ ആൻഡ് ട്രാവൽ സെയിൽസ് മാനേജേഴ്സ് ചെയ്യുന്ന ഡ്യൂട്ടീസ് ഇതിനകത്ത് നോക്കുക. ദ ഡ്യൂട്ടീസ് ഓഫ് ദ ടൂർ ആൻഡ് ട്രാവൽ സെയിൽസ് മാനേജർ ഐഡൻറ്റിഫൈ പൊട്ടൻഷ്യൽ അക്കൗണ്ട്സ് ആൻഡ് ടു negotiate the sale of room blocks or tour percentages through travel agencies, charter business and ടൂർ ഹോൾസെയിലേഴ്സ്. അപ്പം ഈ ഒരു ടൂർ ആൻഡ് ട്രാവൽ സെയിൽസ് മാനേജർ ചെയ്യേണ്ട മറ്റു കാര്യങ്ങളാണ് ഇതുപോലെ തന്നെ പൊട്ടൻഷ്യൽ അക്കൗണ്ട്സ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, നെഗോഷിയേറ്റ് ചെയ്യുക, റൂംസ് ഏതെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്ലോക്ക് ചെയ്യുക, ടൂർ പെർസെൻറ്റേജ് കണക്കാക്കിയിട്ട് ട്രാവൽ ഏജൻസീസിനും അതുപോലെ തന്നെ ചാർട്ടേഡ് ബിസിനസ്സിനും അതുപോലെ ഹോൾസെയിലേഴ്സിനൊക്കെ അതിന് വേണ്ട പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? കണക്കാക്കിയിട്ട് അവർക്ക് കൊടുക്കുക എന്നുള്ളതും ടൂർ ആൻഡ് ട്രാവൽ സെയിൽസ് മാനേജർ ഡ്യൂട്ടിയാണ്. Then next,
ദ കൺവെൻഷൻ സെയിൽസ് മാനേജർ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ അയാൾ റെസ്പോൺസിബിലിറ്റി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുതിയ ബിസിനസ്സിനെ കൾട്ടിവേറ്റ് ചെയ്യുക, അതായത് കൺവെൻഷൻ ട്രേഡ് കണ്ടക്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് അപ്പോൾ കൺവെൻഷൻ സെയിൽസ് മാനേജർ റെസ്പോൺസിബിലിറ്റിയിൽ പ്രധാനമായിട്ടും വരുന്നത് ലാർജ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ വലിയ ഓർഗനൈസേഷൻ, അതായത് പ്രൊഫഷണലി ഉള്ള വലിയ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളുമായിട്ടുള്ള ഒരു ക്ലോസ് കണക്ഷൻ കീപ്പ് ചെയ്യലാണ് അയാൾ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു കൺവെൻഷൻ മാനേജറുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. അതായത് ഈ കൺവെൻഷൻ ട്രേഡ് നടത്തലാണല്ലോ ഇയാളെ പ്രധാന ജോലി. കൺവെൻഷനെ വിൽക്കുക അല്ലെങ്കിൽ കൺവെൻഷന് വേണ്ട കൺവെൻഷൻസൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ ഇവിടെ കൺവെൻഷൻ ഉണ്ട്, നിങ്ങൾ കോൺടാക്ട് ചെയ്യൂ എന്ന് പറയണമെങ്കിൽ അയാൾക്ക് എന്ത് വേണം? വലിയ വലിയ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ വലിയ വലിയ ഗ്രൂപ്പ്സിനായിട്ടൊരു കണക്ഷൻ വേണം. എന്നിരുന്നാൽ മാത്രമേ കറക്റ്റായിട്ട് കൺവെൻഷൻ സെയിൽസ് മാനേജറിന് കൺവെൻഷൻ നടത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള കോൺടാക്ട്സ് അല്ലെങ്കിൽ കൃത്യമായിട്ട് വേണ്ട മീറ്റിങ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? അയാൾ കണ്ടക്ട് ചെയ്യണം. ഒരുപാട് സ്ഥാപനങ്ങളിൽ ആനുവൽ കൺവെൻഷൻസ്, കോൺഫറൻസ്, മീറ്റിങ്സ്, സെമിനാർസുകളൊക്കെ നടത്താറുണ്ട്. അപ്പോൾ ഇങ്ങനത്തൊക്കെ ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഓർഗനൈസേഷനുമായിട്ടൊരു ബന്ധം ആർക്കുണ്ടായിരിക്കണം? ഈ കൺവെൻഷൻ സെയിൽസ് മാനേജറിന് ഉണ്ടായിരിക്കണം. മറ്റ് ഡ്യൂട്ടീസും എന്ന് പറയുന്നുണ്ടത് അതേപോലെ തന്നെ പ്രിപ്പയറിങ് പ്രപ്പോസൽസ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ സെറ്റിംഗ് ഗ്രൂപ്പ് സെയിൽസ് അലോട്ട്മെൻറ്റുകൾ ഉണ്ടാക്കുക, അതായത് കൃത്യമായിട്ട് ആർക്കൊക്കെയാണോ ഏതൊക്കെ ഗ്രൂപ്പിനാണോ സെയിൽസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ടൊരു ധാരണ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഷോർട്ട് ടേമിലേക്കും ലോങ് ടേമിലേക്കും കൺവെൻഷൻസ് ഗോൾസ് സെറ്റ് ചെയ്യുക. കുറച്ച് സമയത്തേക്കാണെങ്കിൽ കുറേ സമയത്ത് ഇപ്പോൾ നമ്മൾ ഓരോ മാസം ഓരോരുത്തർക്ക് വേണ്ടിയിട്ടുള്ള ബുക്കിംഗ് കൊടുക്കുക, അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് കൊടുക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റിയും കൂടി ഈ പറയുന്ന സെയിൽസ് മാനേജർത് ആണ്. പിന്നെ ഈ പറയുന്ന ഈ ഒരു സെയിൽസ് മാനേജർ, കൺവെൻഷൻ സെയിൽസ് മാനേജറിൽ കൺവെൻഷനിൽ വരുന്ന മറ്റൊരു കാര്യമാണ് കൺവെൻഷനിൽ വരുന്ന സർവീസസ്. അപ്പം നമ്മൾ മീറ്റിങ്ങും സെമിനാർസും കൺവെൻഷൻസൊക്കെ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ വേണ്ട സർവീസസും അല്ലെങ്കിൽ ആ കൺവെൻഷൻ ഇപ്പം നേരത്തെ പറഞ്ഞ കൺവെൻഷൻ സെയിൽസ് മാനേജർ അസിസ്റ്റ് ചെയ്യലാണ് ഈ കൺവെൻഷൻസ് സർവീസ് മാനേജർ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് തന്നെ. രണ്ട് വ്യക്തികളാണ്. നേരത്തെ ആദ്യം പറഞ്ഞ ഈ മാനേജറെ അസിസ്റ്റ് ചെയ്യലാണ് ഈ കൺവെൻഷൻ സർവീസ് മാനേജർ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഇയാളെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വേണ്ട അറേഞ്ച്മെൻറ്റ്സും കോർഡിനേഷൻസൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് മീറ്റിങ്സും സെമിനാർസും ഒക്കെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഈ കൺവെൻഷൻ സെയിൽസ് മാനേജർ എല്ലാ ഫൈനൽ പ്ലാൻസും എല്ലാം പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം? ഹാൻഡിൽ ചെയ്യണം. പിന്നെ അതുപോലെ വരുന്ന മറ്റൊരു കാര്യമാണ് ഈ ഒരു കൺവെൻഷൻ സർവീസ് മാനേജർ ഹോസ്പിറ്റാലിറ്റി ഫീൽഡിൽ വളരെ പരിജ്ഞാനിയായിരിക്കണം. എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് വളരെ നോളജുള്ള ആളായിരിക്കണം. അത് എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള സർവീസസ് കൃത്യമായിട്ട് പ്രൊവൈഡ്, അതായത് അതിൻ്റെ ടെക്നിക്കൽ ബേസിലും അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ. ബിക്കോസ് അവിടെ ഇപ്പോഴും ലാർജ് കമ്പനീസ് അല്ലെങ്കിൽ വലിയ വലിയ ആളുകൾ വലിയ സെമിനാർസൊക്കെ ആയിരിക്കും സ്വാഭാവികമായിട്ടും കണ്ടക്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ആ ഒരു ക്ലയൻറ്റിനായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനും അതേപോലെ തന്നെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സർവീസസ് കണ്ടക്ട് ചെയ്യാനും ഈ പറയുന്ന കൺവെൻഷൻ സെയിൽസ് മാനേജറിന് സാധിക്കണം. ദെൻ നെക്സ്റ്റ് ടോപ്പിക്കാണ് അഡ്വർടൈസിങ് മാനേജർ. നമുക്കറിയാം അഡ്വർടൈസിങ് മാനേജറുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് എന്താണ്? അഡ്വർടൈസിങ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അത് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അസസ് ചെയ്യുക. പ്ലാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിച്ച് നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് തീരുമാനമെടുക്കുക. ഇറ്റ്സ് ആക്ഷൻ ടു ബി ടേക്കൺ ഫോർ ദ ഫ്യൂച്ചർ. എന്താണോ ആക്ഷൻ ചെയ്യേണ്ടത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. പ്ലാൻ ചെയ്ത കാര്യം നടപ്പിലാക്കലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. പിന്നെ അത് ആക്സസ് ചെയ്യുക. അത് പ്രോപ്പറായിട്ട് നടന്നു, ഞാൻ വിചാരിച്ച പോലെ തന്നെയാണോ കാര്യങ്ങൾ നടന്നത്, വേണ്ട രീതിയിലുള്ള എഫക്റ്റീവ്നെസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കലാണ് അസസ്സിങ് എന്നാണല്ലോ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പബ്ലിക് റിലേഷൻ പ്രോഗ്രാംസ്, മറ്റ് പൊതുജനങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യുക. ബേസിക്കലി ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യിക്കുക, കസ്റ്റമർക്ക് വേണ്ട സർവീസസ് കൊടുക്കുക. നമ്മളടുത്ത് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മളടുത്ത് ഇങ്ങനെ ഒരു സർവീസ് ഉണ്ട്, നമുക്കിങ്ങനെ ഒരു ഹോട്ടലുണ്ട്, നമുക്ക് ഇങ്ങനത്തെ ഒരു കൺവെൻഷൻ സെൻറ്റർ ഉണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? പബ്ലിക്കിനെ അറിയിക്കുക എന്നുള്ളതാണ് ബേസിക്കലി ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ
ബേസിക്കലായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രൊമോട്ടിങ് ദ ഹോട്ടൽ എന്നുള്ള അതിനകത്ത് കാണാൻ സാധിക്കും. ആ പോയിൻറ്റ്സിൻ്റെ എക്സ്പ്ലനേഷൻസാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ മാക്സിമം എന്ത് ചെയ്യുക, നമ്മളെ പ്രോഡക്റ്റ് കസ്റ്റമർ വാങ്ങുക എന്നുള്ളതിന് രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു അഡ്വർടൈസിങ് മാനേജർ പലതരത്തിലും അഡ്വർടൈസിങ് ഹീ ഈസ് യൂസിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മീഡിയാസ് ഫോർ ദ പർപ്പസ് ഓഫ് അഡ്വർടൈസിങ്. ഇറ്റ് മേ ബി മാഗസീൻസ് ആയിരിക്കാം, റേഡിയോസ് ആയിരിക്കാം, ടെലിവിഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കമ്പനീസ് അല്ലെങ്കിൽ പോസ്റ്റേഴ്സ്, അല്ലെങ്കിൽ ഇങ്ങനെ പലതരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റ്സും ഇപ്പോൾ നമ്മളെ ന്യൂസ് പേപ്പറിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ പേപ്പർ വെച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഫ്ലെക്സ് ബോർഡ്സ് ആണെങ്കിലും എത്തരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് വേണമെങ്കിലും ഈ അഡ്വർടൈസ് മാനേജർ യൂസ് ചെയ്യാം. ദെൻ ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് അക്കൗണ്ട് എക്സിക്യൂട്ടീവിൻ്റെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുക എന്നുള്ളത്. ഇത് നമ്മൾ മുൻകൂട്ടി പറഞ്ഞ പോലെ തന്നെ കോർപ്പറേറ്റ് ക്ലയൻസിനും അതുപോലെ തന്നെ പ്രോപ്പർ സെയിൽസ് സ്മോൾ ഗ്രൂപ്പ്സിനൊക്കെ സെയിൽസ് നടത്തുമ്പോൾ അവരെ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് അതൊക്കെ റിസർച്ച് നടത്തി അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് കസ്റ്റമേഴ്സിന് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പബ്ലിക് റിലേഷൻ ആക്ടിവിറ്റീസ് ചെയ്യുക, പബ്ലിക് സ്പീക്കിംഗ് ചെയ്യുക, പ്രസ് കോൺഫറൻസസ് ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള അക്കൗണ്ട്സ് കീപ്പ് ചെയ്തുകൊണ്ട് അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഈ അക്കൗണ്ട് എക്സിക്യൂട്ടീവിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു. ഇതോട് കൂടിയിട്ട് നമ്മളെ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് ഇവിടെ ഫിനിഷ് ആവുകയാണ്. ഇനി നമുക്ക് കൂടുതൽ മറ്റ് മീഡിയാസ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഡിസ്കഷൻസിലേക്കൊക്കെ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ് മുതൽ മുന്നോട്ട് പോകാം. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.